Hi all, hope you are doing great. Welcome to our new class. Okay, I'm Jasra from Happy English. So, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു 3 പുതിയ വേർഡ്സിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഏതൊക്കെയായിരുന്നു? would like, അതുപോലെ I plan to, I would like to, I plan to, I used to എന്ന് പറയുന്ന 3 പുതിയ വേർഡ്സിനെ കുറിച്ച് നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളും അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ലപോലെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ടുഡേസ് ക്ലാസ് ഈസ് ഗോയിങ് ടു ബി സോ സിമ്പിൾ. കാരണം അതിൻ്റെ ഒരു ചെറിയ കണ്ടിന്യൂവേഷൻ പാർട്ട്, ഒരു ചെറിയ കാര്യം മാറ്റാൻ നമ്മൾ ഇന്നലെയും ഇടയിലൂടെ പറഞ്ഞ കാര്യം തന്നെയാണ്. ആ ഒരു ഇത് മാത്രമേ ഇന്നത്തെ, അതായത് 52nd ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, സെയിം 3 വേർഡ്സ് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. സോ വാട്ട് ഈസ് അതിനേക്കാളും കുറച്ചും കൂടെ എന്താ ഇവിടെ നോക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ, ഇന്നലെ നമ്മൾ നോക്കിയത് ഐ വുഡ് ലൈക്ക് ടു, ഐ യൂസ്ഡ് ടു, ഐ പ്ലാൻ ടു എന്നുള്ള കാര്യമായിരുന്നു. ഞാൻ ചെയ്തത് മാത്രം, എനിക്ക് താല്പര്യമുണ്ട്, ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അതുപോലെ ഞാൻ ചെയ്യാറുണ്ടായിരുന്നു അല്ലേ. ഐ യൂസ്ഡ് ടു എന്ന് പറയുമ്പം ഞാൻ ചെയ്യാറുണ്ടായിരുന്നു. ഞാൻ ഐ എന്ന് വെച്ച് മാത്രം പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ അങ്ങനെ മാത്രമാണോ വരിക? ഇല്ല, നമ്മൾ ബാക്കിയുള്ളവരതും പറയേണ്ടി വരും. മറ്റുള്ള എന്ത് സബ്ജക്റ്റ് വേണമെങ്കിലും അവിടെ വേറെ ആരെ കുറിച്ച് വേണമെങ്കിലും പറയാനായിട്ട് വരും. അപ്പം ബാക്കിയുള്ളത് വരുമ്പം വേറെ ആരെങ്കിലും കുറിച്ചാണ് പറയുന്നത്, അങ്ങനെ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ എന്താ മാറ്റം വരുന്നത്? അപ്പം നമ്മൾ എന്താ മാറ്റേണ്ടത്? മുൻപത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ ജസ്റ്റ് ഇടയിൽ പറഞ്ഞു പോയതാണ്. ആളെ പേരെന്താ, അത് മാത്രം മാറ്റി അവിടെ കൊടുത്താൽ മതി, അല്ലാതെ സെന്റൻസിൽ മാറ്റം വരുത്താനായിട്ട് ഒന്നുമില്ല. അപ്പം അതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത്, അവിടെ ചെറിയ മാറ്റം വരുത്താൻ. സോ ഹിയർ നമ്മൾ വുഡ് ലൈക്ക്, ഐ വുഡ് ലൈക്ക് ടു എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞ കാര്യമാണ്, കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ നോക്കിയ കാര്യമാണ്. സോ നമ്മൾ ഇവിടെ അതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയാൽ മതി, സെന്റൻസുകൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ. കാരണം ഒരു ഐ എന്ന് കൊടുത്ത് മാറ്റി ഹീ ഷീ കൊടുക്കേണ്ട ആവശ്യമേ. അതുകൊണ്ട് തന്നെ ഓവറായിട്ട് വലിച്ചു നീട്ടി നമ്മൾ ഈ ക്ലാസ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഇന്നലത്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ, ഇന്നലത്തെ ക്ലാസ് ഓക്കെ ആണെങ്കിൽ കേട്ടോ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് റിപ്പീറ്റ് ചെയ്ത് കേൾക്കേണ്ടി വരും. ഇന്നലത്തെ ക്ലാസ് തരവാക്കിയതിൻ്റെ ശേഷം ഇത് നോക്കുക. ഓക്കെ ആണല്ലോ? സോ നമുക്ക് നോക്കാം, ഇവിടെ കൊടുത്തിട്ടുള്ള എക്സാമ്പിൾസ് എന്താ. ഇപ്പോൾ ഇവിടെ ഐ വുഡ് ലൈക്ക് ടു എന്ന് എഴുതിയിട്ടില്ല, വുഡ് ലൈക്ക് ടു എന്ന് മാത്രമേ ഉള്ളൂ. താല്പര്യമുണ്ട്, എനിക്ക് താല്പര്യമുണ്ട് എന്നല്ല, താല്പര്യമുണ്ട്, അത് പ്ലസ് വേർബ്. എന്തിനാണോ, എന്ത് ചെയ്യാനോ താല്പര്യം, ആ കാര്യം. അപ്പം എന്താ ഫസ്റ്റ് എക്സാമ്പിൾ? ഫസ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞപ്പം, അതായത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞപ്പോൾ ഒരു സെന്റൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് വൺ ആയിട്ട് തന്നെ തോന്നുന്നു. എന്താ പറഞ്ഞേ? ഐ വുഡ് ലൈക്ക് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിരുന്നു അല്ലേ. ഐ വുഡ് ലൈക്ക് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. അത് എങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് വരിക, അതിനുള്ള ഒരു കഥകളും ഒക്കെ നമ്മൾ ഇന്നലെ അത്രയും ക്ലിയർ ആയിട്ട് നോക്കിയതാണ്. അപ്പം ആ സ്ഥലത്ത് തന്നെ സെയിം ആ ഒരു സെന്റൻസിൽ തന്നെ ഐ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളിവിടെ രാജു എന്നുള്ള ഒരാളുടെ പേര് കൊടുത്തു. പക്ഷെ ആ സെന്റൻസിൽ വേറെ എവിടെയെങ്കിലും മാറ്റം വന്നിട്ടുണ്ടോ? ഇല്ല. നമ്മൾ ആരെ കുറിച്ചാണ് പറയുന്നത്, ആ ഒരു വേർഡ് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുക, ഐ എന്നുള്ളതിന് മാറ്റിയിട്ട് കൊടുക്കുക എന്നല്ലാതെ വേറെ ഒരു മാറ്റവും ഇവിടെ വരുത്താനില്ല. ഇപ്പോൾ രാജു വുഡ് ലൈക്ക് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, അതിന് രാജുവിനാണ് പറയാൻ താല്പര്യമുള്ളത്, ആൻസർ പറയാൻ താല്പര്യമുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ രാജു വുഡ് ലൈക്ക് ടു ആൻസർ ദാറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മതി. ഓക്കെ ആണല്ലോ അല്ലേ? ഫസ്റ്റ് സെന്റൻസ്. സെക്കൻഡ് വൺ, ഷി വുഡ് ലൈക്ക് ടു പ്രാക്ടീസ്. ഐ വുഡ് ലൈക്ക് ടു പ്രാക്ടീസ് എന്നുള്ളത് നമ്മൾ മുൻപ് നോക്കിയിരുന്നു. അത് ഏതൊരു ഇൻസ്റ്റൻസിലാണ് വരിക, അതിനൊരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഐ എന്നുള്ളത് മാറ്റിയിട്ട് നമ്മൾ അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഐ മാറ്റിയിട്ട് ഷീ ആക്കി. ഷീ വുഡ് ലൈക്ക് ടു പ്രാക്ടീസ്, അവൾക്ക് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുണ്ട്. തേർഡ് വൺ, we would like to meet you next week. I would like to meet you എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. നമ്മൾ അതിൽ ജസ്റ്റ് ഐ എന്നുള്ളത് മാറ്റിയിട്ട് ഞങ്ങൾക്ക് നിന്നെ കാണാൻ താല്പര്യമുണ്ട് അടുത്ത ആഴ്ച. അപ്പം എങ്ങനെയാ? ഞങ്ങൾക്ക് എന്ന് പറയാൻ we would like to meet you next week. Then they would like to learn new things. I would like to learn new things. അതിൻ്റെ മീനിങ് എന്താ, ഏത് രീതിയിലാണ് അത് വരിക ഒക്കെ നമ്മൾ പറഞ്ഞതാ. അവിടെ ഐ എന്നുള്ളത് മാത്രം മാറ്റിയിട്ട് ദേ എന്നാക്കി. അവർക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താല്പര്യമുണ്ട്. ആൻഡ് ലാസ്റ്റ് എക്സാമ്പിൾ ഇസ് ഹി വുഡ് ലൈക്ക് ടു കോമ്പീറ്റ് ഇൻ ദി കോൺടെസ്റ്റ്. എന്തെങ്കിലും ഒരു പരിപാടി നടത്തേണ്ട, ഒരു മത്സരം നടത്തേണ്ട, ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ, കോമ്പീറ്റ് ചെയ്യാൻ, അതിൽ മത്സരിക്കാൻ അവൻക്ക് താല്പര്യമുണ്ട്. അപ്പോൾ ഹി വുഡ് ലൈക്ക് ടു കോമ്പീറ്റ് ഇൻ ദി കോൺടെസ്റ്റ്. ഈ ഒരു എക്സാമ്പിൾ നമ്മൾ മുൻപ് നോക്കിയതല്ല, പുതിയതായിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് അല്ലെ. ഹി വുഡ് ലൈക്ക് ടു കോമ്പീറ്റ് മീൻസ് മത്സരിക്കുക, ഇൻ ദി കോൺടെസ്റ്റ് ആ ഒരു മത്സരത്തിൽ, അതിൽ മത്സരിക്കാൻ അവൻക്ക് താല്പര്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ അവൻ, അവൾ, അല്ലെങ്കിൽ ഞങ്ങൾ, അവർ എന്നൊക്കെ പറഞ്ഞ് ഐ എന്നുള്ളത് മാറ്റി നമ്മൾ മറ്റുള്ള വേർഡ്സ് കൊടുത്തു നോക്കി, മറ്റുള്ള സബ്ജക്ട്സ് കൊടുത്തു നോക്കി. പക്ഷെ വേറെ എന്തെങ്കിലും മാറ്റം വന്നോ സെന്റൻസിൽ? ഇല്ല, വേറെ ഒന്നും ചേഞ്ച് ചെയ്യാനില്ല, ആ ഭാഗം മാത്രം മാറ്റിയാൽ മതി. ഓക്കെ ആണല്ലോ അല്ലേ? അപ്പം ഇത് കേട്ട ഉടനെ തന്നെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട ആക്ടിവിറ്റി എന്താണെന്ന് വെച്ചാൽ, മുൻപത്തെ ക്ലാസ്സിൽ നമ്മളൊരു ആക്ടിവിറ്റി തന്നിട്ടുണ്ടായിരുന്നു. 8 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ വുഡ് ലൈക്ക് എന്നുള്ള ഭാഗത്ത് 8 സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നിങ്ങൾ ചെയ്ത് നിങ്ങളുടെ ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ആ സെന്റൻസുകളിൽ തന്നെ ഐ എന്നുള്ളത് മാറ്റിയിട്ട് ബാക്കിയുള്ള സബ്ജക്ട്സ് ആഡ് ചെയ്ത് നോക്കുക. എങ്ങനെയായിരിക്കും അതിൽ മാറ്റുക എന്നുള്ളത്. ഇപ്പം മുൻപ് നിങ്ങൾ ചെയ്തതിൽ ഐ വുഡ് ലൈക്ക് ടു പ്ലേ ഇൻ ദി ഗാർഡനിൽ കളിക്കാൻ എനിക്ക് ഇഷ്ടമാണ് എന്നുള്ളൊരു സെന്റൻസ് ഉണ്ടായിരുന്നെങ്കിൽ അവിടെ മാറ്റിയിട്ട് വി വുഡ് ലൈക്ക് ടു പ്ലേ ഇൻ ദി ഗാർഡൻ, ഐ മാറ്റി വി ആക്കുക. അല്ലെങ്കിൽ ഹിയോ ഷിയോ ഏതെങ്കിലും, അല്ലെങ്കിൽ ഒരാളുടെ പേരോ എന്തെങ്കിലും ആ സബ്ജക്റ്റ് ഐ എന്നുള്ളത് മാറ്റിയിട്ട്
വേറെ എന്തെങ്കിലും കൊടുക്കുക. ആ സെയിം 8 സെന്റൻസിൽ തന്നെ ഈ മാറ്റം വരുത്തുക. ഇതാണ് ഫസ്റ്റ് നിങ്ങൾ ഈ ഒരു ഭാഗം ഈ ഒരു പാർട്ട് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ചെയ്യേണ്ട ടാസ്ക്. ഓക്കെ ആണല്ലോ? ഇനി നമുക്ക് രണ്ടാമത്തേലേക്ക് കടക്കാം. ഓക്കെ, ഇനി നമ്മൾ രണ്ടാമത്തെ ഭാഗത്ത് എന്താ നോക്കിയിട്ടുണ്ടായിരുന്നത്? അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ രണ്ടാമത്തെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു വേർഡ് നോക്കിയിട്ടുണ്ടായിരുന്നു, യൂസ്ഡ് ടു. അതും ക്ലിയർ ആണല്ലോ അല്ലെ? അതിനെക്കുറിച്ച് നിങ്ങൾ 8 സെന്റൻസ് നിങ്ങളുടെ ഓൺ ഇമാജിനേറ്റീവ് ലെവലിലുള്ള 8 സെന്റൻസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾ ട്രെയിനർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പം യൂസ്ഡ് ടു എന്നുള്ളത് നമ്മൾ പണ്ട് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള ഒരു കാര്യം അറിയിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് അല്ലെ? അപ്പൊ നമ്മൾ ഞാൻ പതിവ് ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ളത് പറഞ്ഞു പഠിച്ചു. ഐ യൂസ് ടു സ്മോക്ക്, ഞാൻ സ്മോക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഐ യൂസ് ടു വാച്ച് മൂവീസ്, ഞാൻ മൂവീസ് കാണാറുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നോക്കി. ഇനിയിപ്പോൾ അവൻ ചെയ്യാറുണ്ടായിരുന്നു അല്ലെങ്കിൽ അവള്, അതായത് ഐ എന്നുള്ളത് മാറ്റിയിട്ട് വേറെ എന്തെങ്കിലും കൊടുത്ത് നോക്കുക അല്ലേ? അതാണ് ഇന്നത്തെ സെഷനിൽ ഇപ്പൊ നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ ഒരു പാർട്ട് നമ്മൾ അതിലെ സബ്ജക്റ്റ് ഐ എന്നുള്ളത് ജസ്റ്റ് മാറ്റിയിട്ട് മറ്റുള്ള സബ്ജക്ട്സ് കൊടുത്തു നോക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, സോ ഇവിടെ നമ്മൾ യൂസ്ഡ് ടു എന്ന് മാത്രം കൊടുത്തിട്ടുള്ളൂ. ഐ യൂസ്ഡ് ടു എന്നില്ല, ഐന് പകരം വേറെ എന്തെങ്കിലും വരുമായിരിക്കും. യൂസ്ഡ് ടു കഴിഞ്ഞിട്ട് വേർബ് എന്താണോ നമ്മൾ ചെയ്യാൻ പോകുന്നത് ആ കാര്യം പറയുക. അപ്പൊ എന്തായിരിക്കും ഫസ്റ്റ് എക്സാമ്പിൾ? വി യൂസ് ടു സ്റ്റീൽ മാംഗോസ് ഇൻ അവർ ചൈൽഡ്ഹുഡ്. വി യൂസ്ഡ് ടു സ്റ്റീൽ മാംഗോസ് ഇൻ അവർ ചൈൽഡ്ഹുഡ്. യെസ്, ഇറ്റ്സ് റിയലി ഫണ്ണി. അതായത് നമ്മൾ പണ്ടൊക്കെ ചെറുപ്പത്തിലൊക്കെ അപ്പുറത്തെ വീട്ടിലെയോ എവിടെന്നെങ്കിലുമൊക്കെ മാങ്ങ നമ്മൾ എടുക്കാറുണ്ട് അല്ലെ? ആരും കാണാതെ പോയി എടുക്കാറൊക്കെ ഉണ്ട്, ഫ്രണ്ട്സിന്റെ ഒക്കെ കൂടെ പോയിട്ട്. അതാണ് ചെയ്യാറുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ചെയ്യുന്നുണ്ടാവില്ല, മുൻപ് ചെറുതായപ്പം കുട്ടിപ്രായത്തിൽ നമ്മൾ ചെയ്യാറുണ്ടായിരുന്നു. വി യൂസ്ഡ് ടു, ഞങ്ങൾ എന്നാ പറഞ്ഞ അവിടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഞാൻ എന്നല്ല ഞങ്ങൾ എന്നാണ്. അതായത് നമ്മുടെ കൂടെ ആരെങ്കിലും കമ്പനി ആയിട്ട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു കാര്യമാണ്. വി യൂസ് ടു സ്റ്റീൽ മാംഗോസ് ഇൻ അവർ ചൈൽഡ്ഹുഡ്. കുട്ടിക്കാലത്ത് ഞങ്ങൾ മാംഗോസ് സ്റ്റീൽ ചെയ്യാറുണ്ടായിരുന്നു. ഓക്കെ, അതാണ് ഫസ്റ്റ് വൺ. നെക്സ്റ്റ് വൺ, they used to play hand cricket in class. hand cricket എന്താ? മേ ബി കുറച്ച് എല്ലാവർക്കും അറിയുന്ന ഒരു ഗെയിം തന്നെ ആയിരിക്കും ഹാൻഡ് ക്രിക്കറ്റ് അല്ലെ? ഹാൻഡ് യൂസ് ചെയ്ത് നമ്മൾ പൊതുവേ ക്ലാസ് റൂമിൽ കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഗെയിമാണ്. ക്രിക്കറ്റിനെ അങ്ങ് ഇൻഡോർ ആക്കുമ്പം നമ്മൾ ചെയ്യുന്ന ഒരു തരത്തിൽ ഹാൻഡ് ക്രിക്കറ്റ്. അപ്പം ചിലവർക്ക് അറിയുന്ന ഒരു ഗെയിം ആയിരിക്കും. ഞങ്ങളത് കളിക്കാറുണ്ടായിരുന്നു. മേ ബി നമ്മുടെ സ്കൂൾ ലൈഫിലായിരിക്കാം, കോളേജ് ലൈഫിലായിരിക്കാം. ആ ടൈമിൽ ഞാൻ ഹാൻഡ് ക്രിക്കറ്റ് കളിക്കാറുണ്ടായിരുന്നു. ഞാനല്ല, അവര് കളിക്കാറുണ്ടായിരുന്നു. അപ്പോൾ ദേ യൂസ്ഡ് ടു പ്ലേ ഹാൻഡ് ക്രിക്കറ്റ് ഇൻ ക്ലാസ്. മേ ബി ഒരു ടീച്ചർ പോയിട്ട് സ്റ്റാഫ് റൂമിൽ കംപ്ലൈൻറ്റ് ചെയ്യാണ്. അവർ കംപ്ലൈൻറ്റ് ചെയ്യല്ല, നമുക്കിങ്ങനെ ആലോചിക്കാം. ഒരു കുട്ടി നമ്മൾ ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം, സ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷം ടീച്ചേഴ്സിനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ടീച്ചർ വേറെ ആൾക്ക് പറയാം, അവരൊക്കെ പണ്ട് ഇങ്ങനെ ചെയ്യാറുണ്ടായിരുന്നു, ക്ലാസ്സിൽ ഹാൻഡ് ക്രിക്കറ്റ് ഒക്കെ കളിക്കാറുണ്ടായിരുന്നു. ദേ യൂസ്ഡ് ടു പ്ലേ ഹാൻഡ് ക്രിക്കറ്റ് ഇൻ ക്ലാസ്. ഓക്കെ അല്ലെ? സെക്കൻഡ് വൺ മനസ്സിലായല്ലോ അല്ലെ? തേർഡ് വൺ എന്താ? ഷീ യൂസ് ടു ഗോ ഫോർ ഡ്രൈവ് അലോങ് വിത്ത് ഹർ ബോയ് ഫ്രണ്ട്. അവളുടെ ബോയ് ഫ്രണ്ടിന്റെ കൂടെ ഒരു ഡ്രൈവിന് അവൾ പതിവായി ചെയ്യാറുണ്ടായിരുന്നു. അവൾ അത് ഇപ്പം അത് ചെയ്യുന്നില്ല. അപ്പോൾ ഷീ യൂസ് ടു ഗോ, പോവാറുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഹി യൂസ് ടു ഈറ്റ് വെജിറ്റബിൾസ്. മേ ബി ഇപ്പം അവന് വെജിറ്റബിൾസ് ഒന്നും ഇഷ്ടമില്ലാത്ത ഒരാളായി, ഫുൾ നോൺ വെജ് മാത്രം അല്ലെങ്കിൽ വെജിറ്റബിൾസ് അല്ലാത്ത വെജിറ്റേറിയൻ ഐറ്റംസ് മാത്രം കഴിക്കുന്ന ഒരാളായി. അപ്പം പറയാണ് ഹി യൂസ്ഡ് ടു ഈറ്റ് വെജിറ്റബിൾസ്. അവൻ വെജിറ്റബിൾസ് കഴിക്കാറുണ്ടായിരുന്നു. ഇപ്പം എന്തെങ്ങനെ ആയെന്ന് അറിയില്ല, മുൻപ് അവന് കഴിക്കാറുള്ള ഒരാളായിരുന്നു. ഹി യൂസ്ഡ് ടു ഈറ്റ് വെജിറ്റബിൾസ്. ആൻഡ് ദെൻ ലാസ്റ്റ് വൺ, ജോൺ യൂസ് ടു ഗോ ഫോർ ഷോപ്പിംഗ്. ജോൺ ഷോപ്പിങ്ങിന് പോവാറുണ്ടായിരുന്നു. ഇപ്പം ജോൺ പോകുന്നില്ല, മേ ബി പോകാൻ പറ്റാത്തൊരവസ്ഥ ആയിരിക്കാം, എന്തുകൊണ്ടോ. പക്ഷെ പണ്ടൊക്കെ ജോൺ ഷോപ്പിങ്ങിന് പോവാറുണ്ടായിരുന്നു. ജോൺ യൂസ് ടു ഗോ ഫോർ ഷോപ്പിംഗ്, അല്ലെങ്കിൽ ജോണിന്റെ ഹാബിറ്റിൽ പെട്ടൊന്നായിരുന്നു, എപ്പോഴും ഷോപ്പിങ്ങിന് പോകുന്ന ഇഷ്ടമുള്ള ഒരാളായിരിക്കാം. എന്തായാലും ഇവിടെ ജോൺ എന്ന് പറയുന്ന ഒരാൾ നമ്മളൊരു സബ്ജക്റ്റ് ആയിട്ട് ഒരു പേര് കൊണ്ടുവന്നതാണ്. ജോൺ യൂസ്ഡ് ടു ഗോ ഫോർ ഷോപ്പിങ്ങിന് പോവാറുണ്ടായിരുന്നു. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള 5 സെന്റൻസ്. നമ്മൾ എന്തുകൊണ്ടാണ് അധികം സെന്റൻസുകൾ പറയാത്തതെന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ നോക്കിയതാ, ഒരുപാട് സെന്റൻസ് നമ്മൾ നോക്കിയത്. അവിടെ ജസ്റ്റ് ചെറിയൊരു മാറ്റം മാത്രമാണ് വരുത്തുന്നത്. അതുകൊണ്ട് നമ്മൾ 5 സെന്റൻസ് നോക്കി, ബാക്കിയുള്ള നിങ്ങൾക്ക് അറിയാലോ അല്ലെ? അപ്പോൾ കുറച്ചും കൂടെ സെന്റൻസസ് നിങ്ങൾ ഓണായിട്ട് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഇവിടെ നമ്മൾ 5 എണ്ണം കൊടുത്തിട്ടുള്ളത് മുൻപത്തെ അല്ല, നമ്മൾ പുതിയതായിട്ട് ക്രിയേറ്റ് ചെയ്ത എക്സാമ്പിൾസ് ആണ്. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾ കുറച്ച് എക്സാമ്പിൾസും ക്രിയേറ്റ് ചെയ്ത് നോക്കുക. ഓക്കെ, ഇനി ഇതിന്റെ ഒരു ഭാഗം കൂടെ ഉണ്ട്. നമ്മളെപ്പോഴും ചെയ്യാറുണ്ട് എന്ന് മാത്രമാണോ, ചെയ്യാറുണ്ടായിരുന്നു എന്ന് മാത്രമാണോ പറയാ? ചെയ്യാറില്ലായിരുന്നു എന്ന് പറയില്ലേ? അതായത് നമുക്കൊരു ശീലം ഇല്ലായിരുന്നു എന്ന് പറയേണ്ടി വരും. അപ്പം എന്താ ഇതിൽ മാറ്റം വരുത്തണ്ടേ നോക്കാം. നമുക്ക് അടുത്ത സെഷനിൽ അടുത്ത പാർട്ട് അതാണ്. ഇതിലൊരു ചെറിയ ഈ യൂസ്ഡ് ടു എന്നുള്ളതിന്റെ കൂടെ ചെറിയൊരു കാര്യം കൂടെ ആഡ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് നെഗറ്റീവ് ആക്കുന്നത് എങ്ങനെയാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ നമ്മൾ മുൻപ് പഠിച്ച യൂസ്ഡ് ടു എന്നുള്ളതിലേക്ക് ചെറിയൊരു കാര്യം ആഡ് ചെയ്തിട്ട് ഞാനത് ചെയ്യാറില്ല, എനിക്ക് ആ പതിവ് ചെയ്യാറില്ല എന്നല്ല, ചെയ്യാറില്ലായിരുന്നു, എനിക്ക് ആ പതിവില്ലായിരുന്നു, മുൻപ് എനിക്ക് അങ്ങനത്തെ ഒരു ശീലം ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് എന്താ ആഡ് ചെയ്യേണ്ടത്, അതാണ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, എന്താ നമ്മൾ ചെയ്തത്? ഐ ആം നോട്ട് യൂസ്ഡ് ടു. ഐ ആം നോട്ട് യൂസ്ഡ് ടു എന്നുള്ളത് നമുക്കറിയായിരുന്നു. നമ്മൾ എന്തതിലേക്ക് ആഡ് ചെയ്തത്? ഐ ആം നോട്ട്. ഐ എന്നുള്ളതും ഐ
ഐ യൂസ്ഡ് ടു എന്നുള്ളത് നമ്മൾ പഠിച്ചതാ. അതിൻ്റെ ഇടയിലേക്ക് നമ്മൾ ഐ ആം നോട്ട് എന്നുള്ളത് ആഡ് ചെയ്തു. എന്തിനാ? എനിക്ക് ആ ഒരു പതിവില്ലായിരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട്, അതിനെ ഒന്ന് നെഗറ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് യൂസ്ഡ് ടു എന്ന് പറഞ്ഞാൽ മതി. അപ്പം ഒരു ആം നോട്ട് എന്നുള്ളത് ഇവിടെ ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ തന്നെ വേറൊരു കാര്യം കൂടെ ചെയ്യണം, അത് ശ്രദ്ധിക്കണം. നേരത്തെയൊക്കെ നമ്മൾ ഇവിടെ വേർബ് എന്ന് മാത്രം പറഞ്ഞിരുന്നുള്ളൂ. അവിടെ എന്താണ് ആക്ഷൻ, ആ ഒരു പ്രവൃത്തി എന്താണോ അതിൻ്റെ വേർഡ് എന്താണോ അത് കൊടുക്കുക. ആ ഒരു പ്രവൃത്തി, ആ ഒരു ആക്ഷൻ എന്താ, ആ ഒരു വേർബ് കൊടുക്കുക. പക്ഷെ ഇപ്പൊ നമ്മൾ മുൻപിൽ ആം ഉണ്ടല്ലോ, ഐ ആം നോട്ട് എന്ന് പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആ വേർബിന്റെ കൂടെ ഒരു INGയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഈറ്റ് ആണെങ്കിൽ ഈറ്റ്, അതായത് വേർബ് ING മുൻപിൽ ആം അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ ഐ യൂസ്ഡ് ടു, ഞാൻ ചെയ്യാറുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ഐ ആം നോട്ട് യൂസ്ഡ് ടു, ഞാനൊരു കാര്യം ചെയ്യാറില്ലായിരുന്നു, അത്രേ ഉള്ളൂ അവിടെ മാറ്റം. മറ്റൊടുത്ത് വേർബിന്റെ കൂടെ ഒരു ING, നമ്മുടെ ആ വേർഡ് എന്താ, ഈറ്റ് ആണെങ്കിൽ ഈറ്റിംഗ്, ഡ്രിങ്ക് ആണെങ്കിൽ ഡ്രിങ്കിങ്, പ്ലേ ആണെങ്കിൽ പ്ലേയിങ്, അങ്ങനെ ആ ഒരു വേർഡിന്റെ കൂടെ INGയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കും. ഇത്രയാണ് നമ്മൾ ഇവിടെ വരുത്തുന്ന മാറ്റം. എക്സാമ്പിൾസ് നോക്കാം നമുക്ക്. എന്താ ഫസ്റ്റ് വൺ? ഐ ആം നോട്ട് യൂസ്ഡ് ടു ടോക്കിംഗ് ഇംഗ്ലീഷ്. ഐ ആം നോട്ട് യൂസ്ഡ് ടു ടോക്കിംഗ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുന്നതിന് ഞാൻ അതിനോട് പതിവില്ലാത്ത ഒരാളാണ്. ഓക്കെ, എനിക്കത് പതിവില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് യൂസ്ഡ് ടു ടോക്കിംഗ് ഇംഗ്ലീഷ്. ഞാനത് ചെയ്യുന്ന ആളാണെങ്കിൽ ഐ യൂസ്ഡ് ടു ടോക്ക് എന്ന് പറയില്ലേ, നമ്മൾ അത് ചെയ്യാത്ത ഒരാളാണ്, ആ ഒരു പതിവ് എനിക്ക് ഇല്ലായിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഐ ആം നോട്ട് യൂസ്ഡ് ടു ടോക്കിംഗ് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് പറയുന്നതിൽ ഓക്കെ അല്ല എന്നുള്ള അർത്ഥത്തിൽ. ഓക്കെ, സെക്കൻഡ് വൺ, ഐ ആം നോട്ട് യൂസ്ഡ് ടു ട്രാവലിംഗ് സോ മച്ച്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യുന്ന കൂട്ടത്തിലല്ല, അത്രയും ട്രാവൽ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല. ഓക്കെ, ഐ ആം നോട്ട് യൂസ്ഡ് ടു ട്രാവലിംഗ് സോ മച്ച്. ഞാൻ ഒരുപാട് ട്രാവൽ ചെയ്യാൻ ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല, എനിക്ക് ആ ഒരു ശീലം ഉള്ള ഒരാളല്ല. ഓക്കെ, അതിനോട് ഓക്കെ അല്ല, ഐ ആം നോട്ട് യൂസ്ഡ് ടു ദാറ്റ്. അപ്പൊ നമ്മളിവിടെ ഐ എം നോട്ട് യൂസ് ടു ട്രാവലിംഗ്, ട്രാവലിന്റെ കൂടെ ഒരു INGയും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. മേലെ അതുപോലെ ടോക്കിംഗ് ഇംഗ്ലീഷ്, ടോക്ക് സംസാരിക്കുക, അതിന്റെ കൂടെ ING കൊടുത്തു. ടോക്കിംഗ് ഇംഗ്ലീഷ്, ഇംഗ്ലീഷ് സംസാരിക്കാനായിട്ട് എന്ന് പറയുന്ന പോലെ. ആൻഡ് ദി third example is given. I am not used to working so early. I am not used to working so early. Maybe നമ്മളിപ്പോൾ പോയി ജോയിൻ ചെയ്തൊരു ഓഫീസിൽ രാവിലെ നേരത്തെ വർക്ക് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. പക്ഷെ അപ്പോൾ നമ്മൾ പറയുകയാണ് ഐ എം നോട്ട് യൂസ്ഡ് ടു വർക്കിംഗ് സോ ഏർലി. അത്രയും നേരത്തെ, അതിരാവിലെ എന്നില്ല, നേരത്തെ, ഏർലി എന്നാണ് ഇവിടെ, നേരത്തെ വർക്ക് ചെയ്യാൻ ഞാൻ അത്രയോളം ഓക്കെ അല്ല, അതിനോട് ഞാൻ ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല, നേരത്തെ വർക്ക് ചെയ്യുന്നതിനോട് ഓക്കെ ആയിട്ടുള്ള ഒരാളല്ല. ഐ എം നോട്ട് യൂസ്ഡ് ടു വർക്കിംഗ് സോ ഏർലി. ഒരുപാട് നേരത്തെ വർക്ക് ചെയ്യുന്ന ഒരാൾ, ആ കൂട്ടത്തിലുള്ള ആളല്ല, ഞാനത് ചെയ്യാറില്ല, എനിക്കത് ശീലം ഇല്ല എന്ന്. ഓക്കെ, അപ്പോൾ വർക്ക്, ജോലി ചെയ്യുക, വർക്കിംഗ്, അവിടെ നമ്മൾ ആ ഒരു വർക്ക് എന്നുള്ളതിൻ്റെ കൂടെ ING ആഡ് ചെയ്ത് കൊടുത്തു. ആൻഡ് നെക്സ്റ്റ് വൺ, ഐ ആം നോട്ട് യൂസ് ടു ഈറ്റിംഗ് സോ മച്ച്. ഐ ആം നോട്ട് യൂസ് ടു ഈറ്റിംഗ് സോ മച്ച്. നമ്മൾ കുറച്ച് ഫുഡ് കഴിച്ച്, നമ്മൾ ഭയങ്കര ഹംഗ്രി, സ്റ്റാവിങ് എന്നൊക്കെ പറഞ്ഞ്, വിശപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഫുഡ് കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ കുറച്ച് കഴിക്കുള്ളൂ. അപ്പോൾ നമ്മുടെ കൂടെ ഇരിക്കുന്ന ആൾ സ്വാഭാവികമായിട്ടും ചോദിക്കും, നിനക്ക് ഇത്രയും വിശപ്പുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ കഴിക്കുന്നത്, ഇത്രയാണോ കഴിക്കുന്നത്? അപ്പൊ നമ്മൾ പറയും ഐ എം നോട്ട് യൂസ്ഡ് ടു ഈറ്റിംഗ് സോ മച്ച്. ഒരുപാട് കഴിക്കുന്ന കൂട്ടത്തിലല്ല ഞാൻ, എനിക്ക് അങ്ങനെ കഴിക്കാൻ പറ്റില്ല, എനിക്ക് അതൊരു പതിവില്ല. ഐ എം നോട്ട് യൂസ്ഡ് ടു ഈറ്റിംഗ് സോ മച്ച്. ഒരുപാട് കഴിക്കുന്ന ശീലം എനിക്കില്ല എന്ന്. ഓക്കെ, അപ്പം അതാണ് ഐ എം നോട്ട് യൂസ്ഡ് ടു ഈറ്റിംഗ് സോ മച്ച്. ആ ഒരു ഈറ്റ് കഴിക്കുക, അതിൻ്റെ കൂടെ ING നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു. ഈറ്റിംഗ്, അത്രയും കഴിക്കുന്നതിനോട് ഞാൻ യോജിക്കുന്ന ഒരാളല്ല, ഞാൻ ആ കൂട്ടത്തിലല്ല. ഓക്കെ, ഐ എം നോട്ട് യൂസ്ഡ് ടു ഈറ്റിംഗ് സോ മച്ച്. ആൻഡ് ദെൻ ഈറ്റിന്റെ കൂടെ ING കൊടുത്തിട്ടുണ്ട്, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഐ എം നോട്ട് യൂസ്ഡ് ടു ഇന്റർഫിയറിംഗ് ഇൻ അതേഴ്സ് മാറ്റേഴ്സ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നതിൽ ഞാൻ ഓക്കെ അല്ല, അതെനിക്ക് താല്പര്യമുള്ള കാര്യമല്ല, ഞാനത് ചെയ്യാറില്ല. താല്പര്യമുള്ള കാര്യമല്ല എന്നല്ല, ഐ എം നോട്ട് യൂസ് ടു എന്ന് പറഞ്ഞാൽ ഞാനത് ചെയ്യാറില്ല, എനിക്ക് ആ ഒരു ശീലം ഇല്ല. ഐ എം നോട്ട് യൂസ് ടു ഇന്റർഫിയറിംഗ് ഇൻ അതേഴ്സ് മാറ്റേഴ്സ്. മറ്റുള്ളവരുടെ കാര്യത്തിൽ തലയിടുന്ന ഒരു സ്വഭാവം ഉണ്ടല്ലോ, അതെനിക്ക് ഇല്ല എന്ന്. ആ ഒരു കാര്യത്തിനോട് ഞാൻ ഓക്കെ അല്ല, യോജിക്കുന്നില്ല, എനിക്ക് ആ ഒരു ശീലം ഇല്ല, ഒരു ഹാബിറ്റ് അല്ലെ, അത് എനിക്ക് ഇല്ല എന്ന് പറയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ആദ്യത്തെ 3 ഐ ആം എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു, ഐ ആം. ലാസ്റ്റത്തെ 2 ഒരു മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ചോ? ഐ ഇട്ടിട്ട് ഒരു അപ്പോസ്ട്രോഫി ഇട്ടിട്ട് എം ഇട്ടിട്ടുണ്ട്, അതിനെന്തെങ്കിലും മാറ്റം ഉണ്ടോ? ഇല്ല, ഐ ആം എന്നുള്ളത് തന്നെയാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഐ എം എഴുതുന്നത് കേട്ടോ. ഞാനത് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആദ്യത്തെ 2-3 ഐ ആം കംപ്ലീറ്റ് ആയിട്ട് എഴുതിയിട്ട് ലാസ്റ്റത്തെ 2 മാത്രം ഷോർട്ട് ആക്കി. അപ്പൊ ഐ ആം എന്ന് പറയുന്നത് തന്നെയാണ് നമ്മൾ ഐ ആം എന്നുള്ളത് പറയുമ്പോഴും ഫുള്ളായിട്ട് എഴുതിയാലും അത് പറയുമ്പോൾ നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് പറയില്ല, പെട്ടെന്ന് പറഞ്ഞു പോകുമ്പോൾ ഐ എം തന്നെ ആവും, അത് ആം എന്നൊന്നും എടുത്ത് പറയില്ല. സോ സെയിം തിങ് തന്നെയാണ് ഇവിടെ, ഇങ്ങനെ ഐ അപ്പോസ്ട്രോഫി എം യൂസ് ചെയ്താലും സെയിം പ്രൊനൗൺസിയേഷൻ തന്നെയാണ്, ഐ എം തന്നെയാണ്, അർത്ഥവും ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പൊ ഇവിടെ എന്താ നോക്കണ്ടേ? നമ്മൾ ഐ എം നോട്ട് യൂസ് ടു ഒരു കാര്യം ചെയ്യാറില്ല,
ഐ ആം നോട്ട് യൂസ് ടു, അതിൻ്റെ കൂടെ വേർബ് പറയുന്ന വേർബിൻ്റെ കൂടെ ING വരണം എന്നുള്ളത് ശ്രദ്ധിക്കുക. വേർബ് പ്ലസ് ING ഉണ്ട്. ടോക്കിംഗ്, ഈറ്റിംഗ്, സ്ലീപ്പിംഗ്, അങ്ങനെ വേർബ് എന്താ അതിൻ്റെ കൂടെ ING കൊടുക്കുക എന്നുള്ളത് മാത്രം ശ്രദ്ധിക്കുക. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഭാഗം. ഇപ്പം നമ്മൾ ഐ വുഡ് ലൈക്ക് ടു എന്നുള്ളത് he would like to, she would like to അങ്ങനെ നോക്കി. used to എന്നുള്ള ഭാഗത്തും നമ്മൾ മറ്റുള്ള സബ്ജക്ട്സ് കൊണ്ടുവന്ന് നോക്കി. പിന്നെ നമ്മളൊരു കാര്യം ചെയ്യാൻ ഓക്കെ അല്ല, അതിനോട് ശീലം ഇല്ല എന്ന് പറയാൻ ഐ ആം നോട്ട് യൂസ്ഡ് ടു എന്ന് വെച്ചിട്ടും നോക്കി അല്ലേ. ഐ ആം നോട്ട് യൂസ്ഡ് ടുൻ്റെ കൂടെ വേർബും INGയും വരുന്ന രീതിക്കുള്ളതും നോക്കി. അപ്പം നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ആക്ടിവിറ്റി ഇടയിൽ തന്നെ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ വുഡ് ലൈക്ക് ടു എന്നുള്ളത് കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, ഐ വുഡ് ലൈക്ക് ടു അല്ല, വുഡ് ലൈക്ക് ടു എന്നുള്ളത് കഴിഞ്ഞപ്പം പറഞ്ഞിരുന്നു. നിങ്ങൾ മുൻപ് ഐ വുഡ് ലൈക്ക് ടു എന്ന് വെച്ച് എഴുതിയ 8 സെന്റൻസ് ട്രെയിനർക്ക് സെൻഡ് ചെയ്ത് കൊടുത്ത ആ സെന്റൻസുകളിൽ ഐ മാറ്റിയിട്ട് മറ്റുള്ള സബ്ജക്ട്സ് ആക്കുക. എന്നിട്ട് നിങ്ങൾ സെൻഡ് ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് വേണ്ട സബ്ജക്റ്റുകൾ ഐ അല്ലാത്ത വേറെ എന്തെങ്കിലും കൊടുത്തിട്ട് ആ സെന്റൻസുകൾ തന്നെ മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ യൂസ്ഡ് ടു എന്നുള്ളതിലും നിങ്ങൾ 8 സെന്റൻസ് ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും. അതിലും ഇതുപോലെ സബ്ജക്റ്റുകൾ മാറ്റുക. പിന്നെ ഇത് നിങ്ങൾ പ്രിപ്പയർ ചെയ്യാത്ത പുതിയത് നോക്കിയത് ഐ ആം നോട്ട് യൂസ്ഡ് ടു, ഇതിലൊരു പുതിയ 8 സെന്റൻസസ് നിങ്ങൾ പ്രിപ്പയർ ചെയ്തിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് 3 ഇന്നത്തേക്കുള്ള ഒരു ടാസ്ക് ആക്ടിവിറ്റി ആയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്. 2 നിങ്ങൾക്ക് വളരെ സുഖമായിരിക്കും, മുൻപ് ചെയ്തു വെച്ചതാണ്. അതുകൊണ്ട് അതിൽ ജസ്റ്റ് ഒരു ചെറിയ മാറ്റം വരുത്താനുള്ളൂ. ഈ ഒരു വർക്കിൽ മാത്രം പുതിയ കുറച്ച് സെന്റൻസസ് ഫൈൻഡ് ചെയ്യുക. ഓക്കെ ആണല്ലോ അല്ലേ? സോ ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ ആൻഡ് വിൽ മീറ്റ് in the next session. If you have any doubts, please contact your trainer. എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം വർക്ക് ചെയ്യുക. So take care and bye.